എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ മുളക് മീൻ കറി വെക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ അയിലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാൻ നമുക്ക് തുടങ്ങാം. മീൻ കറി വെക്കാൻ ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഫ്ലെയിം ഓണാക്കി. ഇനി അതിലേക്ക് ചട്ടി ചൂടാവുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. ആ എണ്ണയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തോട്ടെ. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് മുരിയൊന്നും പോകണ്ട, ഒന്ന് കളർ മാറിയാൽ മതി. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, ഇതിട്ട് നല്ലതുപോലെ ഇതൊന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മീൻകറിയിൽ ചേർക്കാൻ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് കഴുകി വെള്ളത്തിലിട്ട്, അപ്പം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി ഒഴിച്ച് കൊടുത്തു. കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് അരപ്പ് കലക്കി ഇതിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എണ്ണ തെളിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്ക് പുളി കുറച്ചിട്ടാൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. കറി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണമെല്ലാം ചാറിലേക്ക് നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. കറി റെഡിയാവും. മീൻ കറി അടുപ്പേ വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കറി വേവിച്ചാൽ മതി. നമ്മുടെ കറി റെഡിയാവും. ഇനി അടച്ചു വെക്കാം. മീൻകറി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറി നല്ല സെറ്റായിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ ചേർത്തില്ല. മീൻകറി എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. സൂപ്പർ ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ വയ്യ അതേമാതിരി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ.